ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല ആവി പറക്കുന്ന ചെറുപയർ ഉപ്പേരിയാണ്. പ്രോട്ടീൻ റിച്ച് ആയ ചെറുപയറിൽ വൈറ്റമിൻ എ, ബി, അയൺ ഇതെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ചെറുപയർ ഉൾപ്പെടുത്തുന്നത് എല്ലാ ആളുകൾക്കും വളരെ ഗുണം ചെയ്യും. ചോറിനും കഞ്ഞിക്കും പുട്ടിനും ചപ്പാത്തിക്കുമെല്ലാം ഒരുപോലെ കൂട്ടിക്കഴിക്കാവുന്ന നല്ലൊരു വിഭവമാണ് ചെറുപയർ ഉപ്പേരി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ സ്വാദിഷ്ടമായ ഈ വിഭവം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് ചെറുപയർ തലേദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്നു. രാവിലെ ആയപ്പോഴേക്കും ചെറുപയർ നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം ഇത് വേവിക്കാൻ വേണ്ടി ഞാനൊരു ചീഞ്ചട്ടിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പാത്രത്തിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ചെറുപയർ ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 കപ്പ് ചെറുപയർ വേവിക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പല ചെറുപയറിനും പലതരം വേവായിരിക്കും. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ മാറ്റം വരും കേട്ടോ. ഇനി ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചെറുപയർ അടുപ്പത്ത് വയ്ക്കുമ്പോൾ ആദ്യം ഫുൾ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ചെറുപയർ വെന്തോന്ന് നോക്കാം. ഞാൻ അടുപ്പത്ത് വെച്ച ചെറുപയർ ഏകദേശം 1/4 വേവായിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാതിരുന്നത് ചെറുപയർ വേവാൻ ബുദ്ധിമുട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ കുക്കറിലാണ് ചെറുപയർ വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ആദ്യം തന്നെ ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം. ഞാനിത് ചീഞ്ചട്ടിയിൽ വേവിക്കുന്നത് കൊണ്ടാണ് വെന്തതിന് ശേഷം ഉപ്പ് ചേർക്കുന്നത് കേട്ടോ. ചെറുപയർ തലേദിവസം വെള്ളത്തിൽ കുതിർത്തിയിടാൻ മറന്നു പോവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. രാവിലെ ചെറുപയർ നല്ല വൃത്തിയായി കഴുകിയിട്ട് കുക്കറിൽ 1-2 വിസിലടുപ്പിച്ച് വേവിച്ചെടുത്താൽ മതി. നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ചെറുപയർ വേവുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളി നന്നാക്കിയെടുത്തു. പിന്നെ 1 അല്ലി വെളുത്തുള്ളി. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 1 അല്ലി എടുത്തത് കേട്ടോ. ചെറിയ അല്ലി ആണെങ്കിൽ 2-3 അല്ലി വെളുത്തുള്ളി എടുക്കാം. ഗ്യാസിൻ്റെ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയാണ് വെളുത്തുള്ളി ചേർക്കുന്നത്. നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കിക്കോളൂ. ചുവന്നുള്ളി മാത്രം ചേർത്താലും നല്ല ടേസ്റ്റാണ് ഈ ഉപ്പേരിക്ക്. ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്നുകിൽ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ചതച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ചെറുപയർ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളം മുഴുവനായിട്ടും വറ്റിയിട്ടുമുണ്ട്. ഇനി ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഉപ്പേരിക്ക് വെളിച്ചെണ്ണ തന്നെ ചേർക്കുന്നതാണ് നല്ലത്. ഇനി അരിഞ്ഞു വെച്ച ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ പാകത്തിന് എരിവിന് ആവശ്യമുള്ളത്ര മുളക് പൊടി ചേർക്കുക. മുളക് പൊടിക്ക് പകരമായിട്ട് ഉണക്കമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് എന്ന് പറയില്ലേ, അത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിന്ന് മുളക് പൊടി ചേർത്തിട്ടാണ് ഈ ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കുന്നത്. ഞാനിതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ളത്ര മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി മുളകൊക്കെ മൂത്ത മണം വരുമ്പോൾ വേവിച്ച് വെച്ച ചെറുപയർ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇതിലേക്ക് രുചി കൂട്ടാൻ വേണ്ടി കുറച്ച് നാളികേരം ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. നാളികേരം ചിരകിയത് ചേർക്കാതെയും ഈ ഉപ്പേരി ഉണ്ടാക്കാം. പക്ഷേ നാളികേരം ചിരകിയത് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നാളികേരം ചിരകിയത് ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്നിങ്ങനെ തട്ടിപ്പൊത്തി മൂടി വയ്ക്കുക. എന്നിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കണം. ആ സമയത്ത് സ്റ്റൗ സിമ്മിലിടുക. കാരണം ഉപ്പേരിയിൽ ഒട്ടും വെള്ളമില്ല. വെള്ളമില്ലാത്തത് കൊണ്ട് സ്റ്റൗ സിമ്മിലിട്ടിട്ട് 2 മിനിറ്റ് ആവി കയറ്റിയെടുക്കുക. ആവി കയറ്റിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ടേസ്റ്റിയായ ചെറുപയർ ഉപ്പേരി റെഡിയായി. ഈ ഉപ്പേരി കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചോറിന് സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം, പിന്നെ ചപ്പാത്തിക്കും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പുട്ടിനും നമുക്ക് ഈ ചെറുപയർ നല്ല രുചികരമായ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ ചെറുപയർ ഉപ്പേരി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള റെസിപ്പീസ് കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.